വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു വീക്കെൻഡ് ഡേ ആണ്. ഞങ്ങൾ വീക്കെൻഡ് ആയിട്ടൊന്ന് പുറത്ത് പോവാം, ട്രാവൽ വ്ളോഗ് എടുക്കാന്നൊക്കെ കേട്ടോ വിചാരിച്ചേ. അപ്പോഴാണ് കരുതിയത് കഴിഞ്ഞ 2 വീക്കായിട്ട് നമ്മൾ ട്രാവൽ വ്ളോഗാണ് എടുത്തിട്ടുള്ളത്. വെറുതെ റിപ്പീറ്റേഷൻ ആവണ്ടല്ലോ, ഒന്ന് മാറ്റി പിടിക്കാന്ന് കരുതി ഇന്നൊരു ഹോം ടൂർ വീഡിയോ ആണ്. ഹോം അല്ല കേട്ടോ, ഇത് ഫ്ലാറ്റ് ആണ്. ഒമാനിലെ മസ്കറ്റിലാണ് ഈ ഫ്ലാറ്റ് ഉള്ളത്. ഞങ്ങൾ ഏകദേശം 1 ഇയർ ആയിട്ടോ ഇവിടെ. ഇതൊരു 2 BHK ഫ്ലാറ്റ് ആണ്. 2 റൂമുണ്ട്, പിന്നെ ഹാള്, കിച്ചൺ, 2 ബാത്റൂം ഉണ്ട്. അങ്ങനെ ഹോം ടൂർ വീഡിയോ എടുക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല, പക്ഷെ മാക്സിമം ശ്രമിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു 2 BHK ഫ്ലാറ്റ് ആണ്. ഇതാണ് കേട്ടോ നമ്മളെ ഫ്ലാറ്റിന്റെ ഹാള്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ആദ്യം തന്നെ ഇവിടെ ഒരു സോഫ ഉണ്ട് കേട്ടോ. ഇതൊരു ബെഡ് കം സോഫയാണ്. ഇവിടെ ഇങ്ങനെ വലിച്ചാലോ ഇത് ബെഡ് ആവുക. പിന്നെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങളിത് പാൻ ഹോമിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. സോഫയുടെ അടിയിൽ തന്നെ ഒരു സോഫ മാറ്റും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ സോഫയുടെ ഫ്രണ്ടിലായിട്ടാണ് TV ഉള്ളത്. TCLന്റെ ഒരു TV ആണ്. കീപ്പ് ചെയ്യേണ്ട കുറച്ച് റൂൾസ് ആണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇങ്ങനെ TV കണ്ടിട്ട് ഈ സോഫയിൽ ഇരിക്കുന്നതാട്ടോ ഞങ്ങളെ ഏറ്റവും വലിയ കംഫർട്ട് സ്പേസ്. ഞങ്ങൾ മോസ്റ്റ്ലി ഇവിടെ തന്നെയാണ് സമയം ചെലവഴിക്കാറ്. സെൽഫ് പ്രൊമോഷനാണ്, എൻ്റെ വ്ളോഗാണ് കാണുന്നത് ഇപ്പോൾ. പിന്നെ ഹാളിൽ തന്നെയാണ് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഹിറ്റാച്ചിയുടെ റെഫ്രിജറേറ്റർ ആണ്, ഡബിൾ ഡോർ ഫ്രിഡ്ജാണ്. നമ്മൾ കിച്ചണിൽ വെക്കാനാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്, പക്ഷെ കിച്ചണിൽ അത്ര സ്പേസ് ഇല്ല, കുറച്ച് കൺജസ്റ്റഡ് ആവും. അതുകൊണ്ട് ഞങ്ങൾ ഹാളിലാണ് വെച്ചിട്ടുള്ളത്, ഒരു സൈഡിലായിട്ടാണ് കേട്ടോ ഉള്ളത്. പിന്നെ നമ്മളുടെ ഹാളിലുള്ളത് ഒരു ഡൈനിങ് ടേബിൾ ആണ്. ആക്ച്വലി ഞങ്ങൾ ഡൈനിങ് ടേബിൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നത് സോഫയിൽ ഇരുന്നിട്ട് തന്നെയാണ്. ഇപ്പോഴാണ് TV കണ്ട് കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഡൈനിങ് ടേബിളിൽ സൈഡാക്കി സൈഡിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഹാളിൽ നിന്ന് തന്നെയാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ്. അതിന് മുമ്പ് ഇവിടെ ഒരു കർട്ടൻ ഉണ്ട് കേട്ടോ. കിച്ചൺ എന്ന് പറഞ്ഞാൽ കിച്ചണും ഉണ്ട്, സ്റ്റോർ റൂമും ഉണ്ട്. ഇതിൻ്റെ അപ്പുറം സ്റ്റോർ റൂമാണ്. അപ്പോൾ നമ്മളെ ലിവിങ് റൂമിൽ നിന്ന് ഡയറക്റ്റ് വിഷൻ ഇങ്ങോട്ട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു കർട്ടൻ വെച്ചതാണ്. ഇതാണ് കേട്ടോ ഞങ്ങളെ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ചാനലിൽ ഒരു കിച്ചൺ ടൂർ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ പോയി കാണണേ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. പിന്നെ കിച്ചണിൽ ഒരു സ്റ്റോർ റൂം കൂടി ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു ഏരിയ. അപ്പൊ ഇത്രയും കേട്ടോ കിച്ചൺ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 2 ബാത്റൂം ഉണ്ട് എന്നുള്ളത്. അതിൽ ഒരു ബാത്റൂം കോമൺ ആണ്, ഹാളിൽ നിന്ന് തന്നെ കേട്ടോ വരുന്നത്. അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു വാഷ് ബേസിൻ ഏരിയ ഉണ്ട് കേട്ടോ. ടിഷ്യൂ ബോക്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, ഹാൻഡ് വാഷ്. അതിടാനൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഈ ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. ഒന്നും അത്ര ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഒരു കോറിഡോറിലേക്കാട്ടോ. ഈ വരാന്ത എന്നൊക്കെ പറയില്ലേ, ഒരു ചെറിയ സ്പേസ്, ഒരു നീളത്തിലുള്ള സ്പേസ് ആണ്. ഇവിടെയാണ് നമ്മളുടെ പൂജാ സ്റ്റാൻഡ് ഉള്ളത് കേട്ടോ. കൃഷ്ണനും കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാട്ടോ. ഇവിടെ അങ്ങനത്തെ ഒന്നും വാങ്ങിയിട്ടില്ല, പക്ഷെ ചന്ദനത്തിരി അങ്ങനത്തെ ഇവിടെ വാങ്ങാൻ കിട്ടും. അപ്പൊ അത് മാത്രമേ ഞാൻ റീഫിൽ ചെയ്യാറുള്ളൂ. ബാക്കിയെല്ലാം നാട്ടിൽ നിന്ന് വന്നപ്പോഴേ കൊണ്ടുവന്നതാണ്. കോറിഡോറിൽ നിന്നാണ് നമ്മളെ മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ്. ഇതാണ് കേട്ടോ നമ്മളെ മാസ്റ്റർ ബെഡ്റൂം. അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് കേട്ടോ. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ബെഡ്റൂമിൽ നമ്മൾ ബെഡ്, മാട്രസ്, വാർഡോബ്, അതുപോലെ ബെഡ് സൈഡ് ടേബിൾ 2 എണ്ണം. ഇതൊരു സെറ്റ് ആയിട്ടാട്ടോ നമ്മൾ പർച്ചേസ് ചെയ്തത്.
വലിയ ബെഡാണ്, അതുകൊണ്ട് തന്നെ ബെഡ് സൈഡ് ടേബിൾ ഒന്ന് മാത്രമേ അവിടെ ഇടാൻ സ്പേസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഒന്ന് ഇവിടെ ആട്ടോട്ടത്. വാർഡ്രോബും അതുപോലെ നല്ല സ്പേഷ്യസ് ആണ്. ഞാൻ തുറന്ന് കാണിക്കണില്ല കേട്ടോ, അത് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വാർഡ്രോബ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. വാർഡ്രോബ് ടൂർ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതാണ് കേട്ടോ ബാത്റൂം. അത്യാവശ്യം വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണി ഉണ്ട്. ഞങ്ങളിവിടെ കർട്ടൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനു മുമ്പ് ഇത് ഞങ്ങളുടെ വെഡിങ് ഫോട്ടോ ആണ്. ഇത് മാത്രമേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. കൊണ്ടുവന്നു ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഡെക്കറേഷനായിട്ട് ഈ ഒരു ലാമിനേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ റൂമിൽ. ഞാൻ ഓവറായിട്ട് ഡെക്കറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് കരുതി. പിന്നെ ഇതാണ് ബാൽക്കണി. ഇവിടെ നല്ല രസമാട്ടോ ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാൻ. നല്ല കാറ്റൊക്കെ ഉണ്ടാവാറുണ്ട്. ആ കാണുന്നതാണ് ടൗണ്. ഇപ്പൊ മനസ്സിലാവില്ല, രാത്രി ആവുമ്പോൾ നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടാവും. മസ്കറ്റ് മാളൊക്കെ അവിടെ ഉണ്ട്. അവിടുത്തെ ലുലുന്നാണ് ഞങ്ങൾ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുക. ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കായതുകൊണ്ട് സൗണ്ട് നല്ലതുണ്ട് കേട്ടോ. പിന്നെ ചൂട് കാലത്ത് നമുക്ക് ബാൽക്കണിയിൽ വരാനേ പറ്റില്ല, ഭയങ്കര ചൂടായിരിക്കും. അതുപോലെ തന്നെ പൊടിക്കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ കഴിഞ്ഞിട്ടോ. ഇനി കോറിഡോറിൽ നിന്ന് തന്നെയാണ് അടുത്ത ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. ഇതൊരു കുഞ്ഞു റൂമാട്ടോ, മറ്റേ റൂമിന്റെ അത്ര വലുപ്പമില്ല. പിന്നെ ഇത് ഞങ്ങളൊരു റൂമായിട്ടൊന്നല്ല കേട്ടോ യൂസ് ചെയ്യണത്. കാരണം ബെഡും മാട്രസും ഒന്നും വാങ്ങിയിട്ടില്ല, അതിന്റെ ആവശ്യമില്ലല്ലോ, ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഞങ്ങള് കൂടുതലായിട്ട് അലക്കിയിടുന്നതും അങ്ങനത്തെ ഒക്കെ കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതൊരു മേക്കപ്പ് ടേബിൾ ആണ്. ഇവിടെ വന്നിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യുക. പിന്നെ ഇത് നമ്മളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡയറീസ് ആണ്. പിന്നെ ആവശ്യത്തിന് ഉള്ള സാധനങ്ങൾ മാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് 6 യൂണിറ്റ്സ് വരുന്നുള്ള ഒരു സ്റ്റോറേജ് ഇതാണുള്ളത്. തുറന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. എല്ലാം സ്റ്റോറേജ് ഒക്കെ ഉണ്ട്, നല്ല അടിപൊളിയാണ്. പിന്നെ ഇതൊരു ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന ഒരു വിൻഡോ ആണ് കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ ഈ റൂമില്. കുഞ്ഞു റൂമാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഫ്ലാറ്റ് ടൂർ. എത്രത്തോളം ഭംഗിയിൽ എടുക്കാൻ പറ്റിയെന്ന് അറിയില്ല. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. Bye.